ഇവിടെ ഒരു റിനോവേറ്റ് ചെയ്ത മനോഹരമായൊരു വീട് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സോ വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. പുതിയതായിട്ട് ഒരു വീട് പണിയാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിലും നിങ്ങളുടെ ഒരു പഴയ വീടിനെ റിനോവേറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ ഉപകാരപ്രദമായിരിക്കും. മസ്റ്റായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. ഈ വീടിൻ്റെ റിനോവേഷൻ വർക്ക് ചെയ്തിട്ടുള്ളത് എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂരിലെ TJ കൺസ്ട്രക്ഷൻസ് കമ്പനിയാണ്. പഴയ വീടായതുകൊണ്ട് തന്നെ ഈ വീടിന് വളരെ നല്ല വിശാലമായ മുറ്റം ഉണ്ടായിരുന്നു. ടൈല് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അത്യാവശ്യം മോഡിഫൈ ചെയ്തിട്ടാണ് ഈ ഒരു രൂപത്തിൽ ആക്കിയിട്ടുള്ളത്. TJ കൺസ്ട്രക്ഷൻ പതിവ് പോലെ ഈ മതിൽ തുടങ്ങി തന്നെ ഡിസൈനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വീടിനോട് അനുയോജ്യമായ അതേ ഡിസൈനിലും കളറും മാച്ച് ചെയ്തുകൊണ്ടാണ് ഇവിടെ മതിൽ ഏറ്റവും മനോഹരമാക്കിയിട്ടുള്ളത്. 2 കാറുകളും ബൈക്കും പാർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല വിശാലമായ ഒരു കാർ പോർച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഇതിൻ്റെ LED ലൈറ്റ്സ് ഒക്കെ കൊടുത്തിരിക്കുന്നത് ഇതിൽ GI പൈപ്പുകളുള്ള റൂഫിങ്ങിലുള്ള GI പൈപ്പിൻ്റെ ഉള്ളിൽ തന്നെയാണ് LED ലൈറ്റ്സ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് വളരെ മിനിമലിസ്റ്റിക് ഡിസൈനും കാണാൻ നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള ലുക്കും ഇതിന് കിട്ടുന്നുണ്ട്. ഈ വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് കോഫി ബ്രൗൺ കളറും വൈറ്റ് കളറിലുള്ള ഈ ഒരു കോമ്പിനേഷൻ. പ്രത്യേകിച്ച് ഈ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഡിസൈൻ എപ്പോഴും എവർ ലാസ്റ്റിംഗ് ആയിരിക്കും. അതായത് എവർഗ്രീൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഫെയ്ഡ് ആവാതെ എന്നും ഒരു ഫ്രഷ്നെസ് തരുന്ന ഒരു ഡിസൈനാണിത്. ഇവിടെ മറ്റൊരു പ്രത്യേകത ടൈലും ഗ്രാനൈറ്റും കോംബോ ആക്കിയിട്ടുള്ള ഒരു സ്റ്റൈലാണ് ഈ ഒരു സിറ്റ് ഔട്ടിൽ താഴെ ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത്. അതുകൂടാതെ ഇവിടെ കുറച്ച് GI പൈപ്പുകൾ കൊണ്ട് കുറച്ച് ഡിസൈൻസ് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഈ വീടിന് ഭംഗി കൂട്ടുകയും എന്നാൽ വളരെ ആവശ്യമുള്ള രീതിയിലുമാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ വിൻഡോയുടെ താഴെ കൊടുത്തിട്ടുള്ളത് വുഡ് അല്ല കേട്ടോ, വുഡൻ ഫിനിഷിങ്ങിലുള്ള ക്ലാഡിംഗ് ടൈലുകളാണ്. അപ്പോൾ അതും ഈ ഒരു കളർ കോമ്പിനേഷനെ വളരെയധികം മാച്ച് ചെയ്യുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതൊരു നാച്ചുറൽ ഫീലും അതുമാത്രമല്ല ഇവിടെ ചെടികൾ വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഭാഗം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ചെടികൾ വെക്കുമ്പോൾ ആ ഒരു കളർ കോമ്പിനേഷനിൽ നല്ലൊരു ഭംഗി എൻഹാൻസ് ചെയ്യാൻ സാധിക്കും. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സിറ്റ് ഔട്ടാണ്. ഇവിടെ ഒരു ചാരു ബെഞ്ചൊക്കെ ഇടാൻ പറ്റുന്ന അത്രയും സ്പേസ് ഇവിടെ അവൈലബിൾ ആണ്. അഗെയിൻ മെയിൻ ഡോറിൽ വരുമ്പോഴും ഈ ഒരു കളർ കോമ്പിനേഷൻ നമുക്ക് ഇവിടെ കാണാം. ഈ ഒരു കോഫി ബ്രൗൺ പ്ലസ് ഈ ഒരു ഗോൾഡൻ കളർ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. നല്ല രീതിയിൽ ഈ ഒരു ഡോറ് എൻഹാൻസ് ചെയ്യുന്നുണ്ട്. നമ്മൾ മെയിൻ ഡോറ് കടന്നു വരുന്നത് ഗസ്റ്റ് ലിവിങ് ഏരിയയിലേക്കാണ്. ഇവിടെ നോർമൽ ഒരു സ്പേസ് അവൈലബിൾ ആണ്. ഇവിടെ അത്യാവശ്യം നല്ല ലൈറ്റ്സ് കിട്ടുന്നുണ്ട്. ഒരുപാട് പ്രൊഫൈൽ ലൈറ്റ്സും സീലിംഗ് ലൈറ്റ്സും കൊടുത്തിട്ടാണ് ഇവിടുത്തെ ജിപ്സം വർക്ക് ചെയ്തിട്ടുള്ളത്. ഗസ്റ്റ് ലിവിങ് ഏരിയയിൽ നിന്ന് ഒരു കോറിഡോർ പോലുള്ള ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് മറ്റുള്ള ഓരോ സ്ഥലങ്ങളിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ഇവിടെയാണ് ഫാമിലി ലിവിങ് ഏരിയ ഉള്ളത്. ഇവിടെ സ്റ്റെയർ കേസ് ഉണ്ട്, നമുക്ക് മുകളിലേക്ക് പോകാൻ പറ്റും. പുറകിൽ 2 റൂമിലേക്കുള്ള ഒരു വേ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഓപ്പൺ കിച്ചണും അവൈലബിൾ ആണ്, പൂജാമുറി. സോ ഇവിടെ എല്ലായിടത്തേക്കുള്ള ഒരു ആക്സസ് ഇവിടെ നിന്നാണ് കിട്ടുന്നത്. ഈ ഫാമിലി ലിവിങ് ഏരിയയിൽ ഒരു L ഷേപ്പിലുള്ള സോഫ സെറ്റ് കൊടുത്തിട്ടുണ്ട്. അത് തന്നെ ഇവിടെ നല്ലൊരു സെപ്പറേഷൻ നമുക്ക് നൽകുന്നുണ്ട്. ഇവിടെ ഒരു TV യൂണിറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് പൂജാമുറി സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ വുഡൻ ഷെയ്ഡിനേക്കാൾ ഉപരി കോഫി ബ്രൗൺ കളറിലുള്ള ആ ഒരു ഡോറ് ഇങ്ങനെ ഒരു പൂജാമുറിയുടെ അതിനാവശ്യമുള്ള ഭംഗിയിൽ ഈ ഒരു വീടിൻ്റെ ഡിസൈനെ എപ്പോഴും ഒത്തിണങ്ങി നിൽക്കുന്നുണ്ട്. ഇതുകൂടാതെ ഇതിൻ്റെ റൂഫിലായിട്ട് പൂജാമുറിയുടെ ആ ഒരു എലഗൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഓം ലൈറ്റ് കിട്ടിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പൂജാമുറിയുടെ തൊട്ടരികിൽ ഇവിടെ ഒരു സ്പേസ് കൊടുത്തിട്ട് ഇതിനെ ഡൈനിങ് ഏരിയ ആയിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത് ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ തന്നെയാണ്. അധികം സ്പേസ് പോയിട്ടുമില്ല. ഇവിടെ റൗണ്ട് ടേബിൾ ആയതുകൊണ്ട് കറക്റ്റ് ഒരു 6 പേർക്കുള്ള ഒരു സിറ്റിംഗ് കപ്പാസിറ്റി നല്ല രീതിയിൽ അറേഞ്ച് ആയിട്ടുണ്ട്. ഈ ഒരു ഡൈനിങ് ഏരിയ ആൻഡ് കിച്ചനെ സെപ്പറേറ്റ് ചെയ്യുന്നത് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളാണ്. ഇവിടുത്തെ ഇതിന് ശേഷം കടന്നു കഴിഞ്ഞാൽ നല്ല വിശാലമായൊരു കിച്ചൺ നമുക്കിവിടെ കാണാം. നല്ല രീതിയിൽ കബോർഡ് വർക്കുകളും ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഓപ്പൺ ടൈപ്പ് കിച്ചനാണ്. മുമ്പ് ഫ്ലാറ്റുകളിലും അപ്പാർട്ട്മെൻറ്റുകളിലും മാത്രമായിരുന്നു ഇങ്ങനെ ഒരു കിച്ചൺ രീതി ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ വീടുകളിലും ട്രെൻഡായിക്കൊണ്ടിരിക്കുകയാണ്. വളരെയധികം നല്ല വെളിച്ചവും ഓപ്പൺനെസ്സും ഫീൽ ചെയ്യുന്നതാണ് ഈ ഒരു ഓപ്പൺ ടൈപ്പ് കിച്ചൺ. ഇവിടെ വളരെ രസകരമായിട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു തേക്കിൻ്റെ ഡിസൈനിലുള്ള സംഭവം ലൂവറാണ്. അതായത് ഒരു ഫൈബർ ടൈപ്പ് മെറ്റീരിയൽ നനവ് തട്ടി കംപ്ലൈൻറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. വുഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഡാമേജ് ആവാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷേ വുഡ് തന്നെയാണെന്നേ ഇത് പറയുള്ളൂ. ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ
ടച്ച് ചെയ്താൽ മാത്രമേ നമുക്കത് വുഡല്ല എന്ന് മനസ്സിലാവുള്ളൂ. പിന്നെ ഈ ഒരു റൗണ്ട് മിറർ വിത്ത് LED ലൈറ്റ്സ് ഈ ഒരു പോർഷന് നല്ലൊരു എലഗൻസ് ലുക്ക് തരുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അറിയാമല്ലോ, ഇത് ഓൾറെഡി റിനോവേറ്റ് ചെയ്ത വീടായതുകൊണ്ട് ഓൾമോസ്റ്റ് ആ ഒരു സ്ട്രക്ചർ നിലനിർത്തിയിട്ടുണ്ട്, പക്ഷെ പുതിയ രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവിടുത്തെ സീലിംഗ് വളരെ ഭംഗിയുണ്ട്, വളരെ പുതിയൊരു ട്രെൻഡിങ് ആയിട്ടുള്ള രീതിയിലാണ് വിത്ത് പ്രൊഫൈൽ ലൈറ്റ്സും സീലിംഗ് ലൈറ്റ്സും കൊണ്ട് അലങ്കരിച്ചിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂമിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ പെട്ടെന്ന് ഡയറക്റ്റ്ലി ഒരു എൻട്രി അല്ല ഈ ബാത്റൂമിലേക്ക് കൊടുത്തിട്ടുള്ളത്. ബെഡ്റൂമിൽ നിന്ന് ഇങ്ങനെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡ്രസ്സിംഗ് ടേബിളൊക്കെ വേണമെങ്കിൽ അറേഞ്ച് ചെയ്യാം, അത്രയും സ്പേസ് ഉണ്ട്. അവിടെ നിന്നാണ് ഈ ബാത്റൂമിലേക്കുള്ള എൻട്രി കൊടുത്തിട്ടുള്ളത്. മാസ്റ്റർ ബെഡ്റൂമിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ഉള്ള ഒരു റൂമാണിത്. ഇവിടെ മാസ്റ്റർ ബെഡ്റൂമിനോട് സിമിലർ ആയിട്ടുള്ള ഡിസൈൻ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. സീലിംഗിന് മാത്രം കുറച്ച് ഡിഫറൻസ് ഉണ്ട്, വുഡൻ ഡിസൈൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കിച്ചനോട് ചേർന്ന് തന്നെയാണ് ഇവിടെ ഒരു സ്റ്റെയർ കേസ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാനുള്ള ഇവിടെ പ്രൊഫൈൽ ലൈറ്റ് വളരെ ലോങ് ലെങ്ത്തിൽ ഫുൾ ലെങ്ത് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല വെളിച്ചവും ഇതിനൊരു പ്രത്യേക ഭംഗിയും തരുന്നുണ്ട്. അതുകൂടാതെ ഹാൻഡ് റെയിൽസ് വുഡൻ ഫ്രെയിമിൽ ഗ്ലാസ് ഫിക്സ് ചെയ്തിട്ടുള്ളതാണ്. അതുകൂടാതെ ഇവിടെയും ഒരു പ്രൊഫൈൽ ലൈറ്റ് ഉണ്ട്. സോ ഇവിടെ എല്ലാം നല്ല രീതിയിൽ വെളിച്ചവും ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഡിസൈനിന് വളരെയധികം ഇണങ്ങി നിൽക്കുന്ന ലൈറ്റ്സും കൂടി ആവുമ്പോൾ ഈ ഒരു ഏരിയ വളരെ മനോഹരമാവുന്നുണ്ട്. ഈ സ്റ്റെയർ കേസിൽ നിന്ന് കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു പർഗോള ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വെളിച്ചം പകൽ സമയത്ത് ഈ ഒരു വീടിൻ്റെ അകത്തേക്ക് നമുക്ക് ലഭിക്കും. നമ്മൾ സ്റ്റെയർ കേസ് കയറി വന്നാൽ തന്നെ ഫസ്റ്റ് വരുന്നത് ഇവിടെ ഒരു ലിവിങ് ഏരിയയിലാണ്. ഇവിടെ സിറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള സോഫ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഇവിടെ ഒരു വാക്ക് വേ ഉണ്ട്. ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ബാൽക്കണിയിലേക്കുള്ള വഴിയും ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ബെഡ്റൂമും അവൈലബിൾ ആണ്. ഇവിടെ ഒരു മറ്റൊരു ഡോറുണ്ട്, അവിടെ ടെറസിലേക്കുള്ള വഴിയാണ്. നമ്മൾ നേരത്തെ താഴെ നിന്നിപ്പോൾ കണ്ടില്ലേ മുകളിൽ ഒരു ബാൽക്കണി, അവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ ഒരു കോഫി ബ്രൗൺ പെയിൻറ്റിങ് 2 വാളിലൂടെ വന്നിട്ടുണ്ട്. അതുകൂടാതെ മുകളിൽ വൈറ്റ് കളറാണ്. ആ ഒരു കളർ കോമ്പിനേഷൻ ഇവിടെ വരെ എത്തി നിൽക്കുന്നത് നമുക്ക് ഇവിടെ ഒരു നല്ലൊരു പ്ലസൻറ്റ് ഫീല് തരുന്നുണ്ട്. അതുകൂടാതെ ഈ ഒരു പ്രൊഫൈൽ ലൈറ്റ് ഇവിടത്തേക്ക് വെളിച്ചം തരാൻ മാത്രമല്ല, നമ്മൾ പുറത്ത് നിന്ന് നോക്കുമ്പോൾ റോഡിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ ഈ ഒരു പ്രൊഫൈൽ ലൈറ്റിൻ്റെ ഭംഗി നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ സാധിക്കും. ഇവിടെ നല്ല രീതിയിൽ ഇരുന്നു കൊണ്ട് കാറ്റൊക്കെ കൊള്ളാനും ബുക്സൊക്കെ വായിക്കാം, അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഫാമിലിയോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു സ്പേസ് തന്നെയാണ്. ഫസ്റ്റ് ഫ്ലോറിലുള്ള മറ്റൊരു റൂമാണിത്. ഇതും വളരെയധികം സ്പേഷ്യസ് ആണ്. താഴത്തെ മാസ്റ്റർ ബെഡ്റൂമിനോട് സിമിലർ ആയിട്ടുള്ള ഒരു റൂം തന്നെയാണ്. ഇവിടെയും പ്രൊഫൈൽ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സീലിങ്ങിൽ. ഇവിടെയും ബാത്റൂമിന് സെപ്പറേറ്റ് ഒരു ഏരിയ കഴിഞ്ഞിട്ടാണ് ബാത്റൂം ഇവിടെ അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിൽ നല്ല വെളിച്ചം തരുന്നത് ഇത്രയും ലോങ് ആയിട്ടുള്ള പ്രൊഫൈൽ ലൈറ്റ്സ് ആണ്. സീലിങ്ങിൽ നിന്ന് നല്ല രീതിയിൽ ഭിത്തിയിലേക്ക് ഇഴുകി ചേർന്ന് ഇറങ്ങി വന്നിട്ടുള്ള രീതിയിലുള്ള ഡിസൈനാണിത്. അപ്സ്റ്റെയറിലെ മറ്റൊരു ബെഡ്റൂമാണിത്. ഇതും താഴത്തെ ബെഡ്റൂമിൻ്റെ മുകളിലുള്ളതായതുകൊണ്ട് സിമിലർ സൈസ് തന്നെയാണ്, ഓൾമോസ്റ്റ് സിമിലർ ഡിസൈൻ തന്നെയാണ്. ഇതിൽ സീലിങ്ങിലെ പ്രൊഫൈൽ ലൈറ്റും പാനൽ ലൈറ്റിൻ്റെ ഡിസൈൻസ് വളരെ നല്ല രീതിയിൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ബെഡ്റൂമിനെ ഏറ്റവും മനോഹരമാക്കുന്നത് ഈ ഒരു വാൾ സ്റ്റിക്കറാണ്. അതുകൂടാതെ തേക്കിൻ്റെ ഡിസൈനിലുള്ള ഈ ഒരു പാറ്റേൺ. ഈ വീട്ടിലെ എല്ലാ ബെഡ്റൂമിലും ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള വിശാലമായ ബാത്റൂംസ് ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ വീട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമൻറ്റ് ചെയ്യുക. സോ നിങ്ങൾ ഇതുപോലെ പുതിയൊരു വീട് പണിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ വീടിനെ പൊളിക്കരുത്, അതിനു മുന്നേ നിങ്ങൾ റിനോവേറ്റ് ചെയ്യാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതിൻ്റെ ബജറ്റ് കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ പൊളിക്കാനുള്ള തീരുമാനത്തിലെത്തുക. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ഡീറ്റെയിൽസ് വേണമെങ്കിലും വീട് റിനോവേറ്റ് ചെയ്യുന്ന കാര്യത്തിനോ പ്ലാൻ ഓർ ഡിസൈൻ കൺസ്ട്രക്ഷൻസിൻ്റെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് TJ കൺസ്ട്രക്ഷൻ കമ്പനിയെ ഉടനെ തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് എല്ലാം താഴെ വീഡിയോയിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീട് പണിയാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക.